പൊതുവേ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ആളുകൾ ആ സിനിമയ്ക്ക് പോവില്ല. എന്നാൽ മലയാള സിനിമയിൽ അന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത ഡീഗ്രേഡിംഗ് നേരിട്ടൊരു സിനിമ അതായിരുന്നു പ്രേമം എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം നിവിൻ പോളിയുടേതായി പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു. സംഭവം നടക്കുന്നത് 2015 അന്ന് ഇന്ന് കാണുന്ന പോലുള്ള ഓൺലൈൻ വീഡിയോ റിവ്യൂസ് അല്ല, മറിച്ച് ഫേസ്ബുക്ക് പേജുകളും അതിൽ വരുന്ന കമന്റുകളുമായിരുന്നു. ഒരു സിനിമ ഇറങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടും ഒരൊറ്റ നല്ല കമന്റ് പോലും അതിനെപ്പറ്റി കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിന്. എന്നാൽ പിന്നെ ഇത്രയ്ക്ക് നെഗറ്റീവ് കിട്ടാൻ പാകത്തിൽ എന്ത് അബദ്ധമാണ് സിനിമയിലുള്ളതെന്ന് അറിയാൻ വേണ്ടി ഞാനും സിനിമ കാണാൻ തീരുമാനിച്ചു. സിനിമ തുടങ്ങി കുറച്ച് മുന്നോട്ടെത്തിയപ്പോഴേ മനസ്സിലായി ഇത് നമ്മൾ വിചാരിച്ച പോലൊരു പോലീസ് സ്റ്റോറി അല്ല. മന്ത്രിയോട് കയർക്കുന്ന സുപ്പീരിയർ ഓഫീസേഴ്സിനെ എടുത്തിട്ടിടിക്കുന്ന പോലീസുകാരനെ കാണാൻ വേണ്ടി കയറിയ എനിക്ക് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു പോലീസുകാരന്റെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ഡേ ടു ഡേ ലൈഫാണ് കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ അയ്യേ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നിയിടത്ത് നിന്ന് പോകെ പോകെ ഞാനും അക്കൂട്ടത്തിലുള്ള ഒരാളായി മാറുന്ന ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് കൂടിക്കൂടി വന്ന് ഒടുക്കം സിനിമ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് ഇത് എനിക്കറിയാവുന്ന ആരോ ആണ്, എനിക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനാണെന്ന് തോന്നുകയും ക്ലൈമാക്സ് സീനിൽ പ്രതികളെ പിടിക്കുന്നതിന്റെ ഭാഗമായി നടന്ന സംഘടനത്തിൽ നായകന് കുത്തേൽക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആർക്കോ അപകടം സംഭവിച്ചൊരു ഫീൽ ഉണ്ടാവുകയും ചെയ്തു. അത്ര ആഴത്തിൽ ആ സിനിമയും ആ കഥാപാത്രവുമായി സിനിമ കഴിയുമ്പോഴേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞിരുന്നു. ആ സിനിമ കഴിഞ്ഞിറങ്ങിയതോടെ ഞാൻ ആ വലിയ കാര്യം പഠിച്ചു. എല്ലാവരുടെയും റിവ്യൂ കേട്ട് നമ്മളൊരു സിനിമ കാണാതിരിക്കരുത്. കാരണം ആ റിവ്യൂ പറഞ്ഞവന്റെ ആസ്വാദന രീതിയല്ല നമ്മുടേത്. എനിവേസ്, എന്തുകൊണ്ടായിരിക്കും ഈ സിനിമയ്ക്ക് ഇത്രയും നെഗറ്റീവ് റിവ്യൂ വന്നത്? സംഭവം സിമ്പിളാണ്. പ്രേമം എന്ന മഹാവിജയത്തിന് ശേഷം ഒരു എക്സ്പെരിമെന്റ് സിനിമയായി ഇറങ്ങി എന്നൊരു തെറ്റ് മാത്രമേ ഈ സിനിമ ചെയ്തിരുന്നുള്ളൂ. എനിവേസ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ 30 കോടിക്ക് മേലെ കളക്ട് ചെയ്ത ഒരു ബ്ലോക്ക് ബസ്റ്ററായി തന്നെയാണ് ഈ സിനിമ കളം വിട്ടത്. അതായിരുന്നു 2015-16 കാലഘട്ടങ്ങളിലെ നിവിൻ പോളിയുടെ സ്റ്റാർ പവർ.